ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്ന വീഡിയോയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനകത്തേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാൻ ഈ ആദ്യം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യം കുക്കറിനകത്തേക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രീൻ പീസ് ആഡ് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് എന്തുകൊണ്ട് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് കുറച്ച് കട്ടിയുള്ള രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, 2 പച്ചമുളക്, ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, ഇത്രയും ആഡ് ചെയ്ത് കൊടുത്ത് ഇത് വേവാനായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് ഫ്ലെയിം ഓണാക്കി ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ വിസിലെന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിലെന്ന് പറയുന്നത് ലോ ഫ്ലെയിമിലും ആയിരിക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് ഇത് നമുക്ക് ഈ കറി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉടയാത്ത ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളക്, ഗ്രാമ്പൂ, പട്ട ഇതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാവർക്കും അറിയുന്നുള്ള കാര്യം തന്നെയാണ്. അപ്പം നമുക്കത് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതൊരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പം മസാലകൾ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എരിവിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഗ്രീൻ പീസ് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നന്നായിട്ടൊന്ന് തിളച്ച് ഈ മസാലകളൊക്കെ നമുക്ക് ഈ ഗ്രീൻ പീസിൽ പിടിക്കണം. അത് പിടിച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത ശേഷം നമുക്കതിനകത്തേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മല്ലിയിലയും കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നെയ്യും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ, എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ, ടേക്ക് കെയർ.